അടിയന്തരാവസ്ഥയെക്കുറിച്ച് ബി ജെ പി പറയണം. അടിയന്തരാവസ്ഥയെക്കുറിച്ച് മാത്രമേ തൽക്കാലം ഇന്ന് ബി ജെ പി പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേൾക്കേണ്ടി വരില്ലേ എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ ബി ജെ പിക്ക് മറുപടി വരാൻ താല്പര്യം ഉണ്ടാവില്ല. CBC അടക്കം CBI അടക്കം ED അടക്കം ഈ പറയുന്ന അധ്യക്ഷന്മാരെ നിയമിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയോടുകൂടി ചോദിച്ചിട്ട് വേണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു തീരുമാനമെടുക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് കേട്ടില്ലെങ്കിലും രാഹുൽ ഗാന്ധി പറയുന്നതുകൂടി കേൾക്കാൻ നിർബന്ധിതമാവുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് മറുപടി പറയാൻ ഉണ്ടാവില്ല. അതൊക്കെ നല്ല കാര്യമാണ്. സോ ഫാർ സോ ഗുഡ് എന്ന് പറയുന്നതിനപ്പുറം ശ്രീ രാജു പി നായർ ഇന്ന് സഭയിൽ കണ്ടത് എന്താണ്? ഇന്ന് സഭയിൽ ടപ്പേന്ന് അടിയന്തരാവസ്ഥ പ്രമേയമായി അവതരിപ്പിക്കുകയാണ്. അവിടെ കോൺഗ്രസ് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിലെ ബാക്കിയുള്ളവർക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ കൂടി അടിയന്തരാവസ്ഥയെ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥ നിൽക്കുകയാണ്. അതിനെ വിളിക്കേണ്ടത് ഇവരുള്ള അടിയന്തരാവസ്ഥ വിരോധമെന്നല്ല, ഫ്ലോർ മാനേജ്മെന്റ് എന്നാണ്. ആ ഫ്ലോർ മാനേജ്മെന്റ് ഇനിയും ഉണ്ടാകും. ആ ഫ്ലോർ മാനേജ്മെന്റ് ചെറുക്കാനും മാത്രം രാഹുൽ ഗാന്ധി വളർന്നോ എന്ന ഏറ്റവും നിർണായകമായ ചോദ്യങ്ങൾക്കാണ് വരും ദിവസങ്ങളിൽ മറുപടി കിട്ടേണ്ടത്. രാജു പി നായർ, അല്ല, ആ മറുപടിയൊക്കെ വരും ദിവസങ്ങളുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അത് എന്തായാലും അത് കൊടുക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല. ഇപ്പം ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ഇപ്പോൾ ഇന്നത്തെ ഈ നേരത്തെ ഇവിടെ ബഹുമാനായ ശ്രീ NK പ്രേമചന്ദ്രനും ശ്രീ ജോൺ ബ്രിട്ടാസും ഇന്ന് സഭയിൽ നടന്ന സ്പീക്കറുടെ ഒരു എന്താ പറയുക, ഒരു ഭരണഘടനാ വിരുദ്ധം എന്ന് വേണേൽ പറയാം. അങ്ങനെ പറയുന്നേക്കാൾ ഒരു പാർലമെൻറ്റിൻ്റെ അന്തസ്സിനെ കളയുന്ന രീതിയിൽ സ്പീക്കറിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടായതിനെ സംബന്ധിച്ച് പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പ് പോയപ്പോൾ BJP മുന്നോട്ട് വെച്ച അളവുകോൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭരണഘടന തിരുത്താൻ വേണ്ടി 400 സീറ്റ് വേണം എന്നുള്ളതായിരുന്നു. ആ ഭരണഘടന തിരുത്താൻ വേണ്ടി 400 സീറ്റ് ആവശ്യപ്പെട്ട BJPക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് ഇന്ത്യയുടെ ഭരണഘടനയായിരുന്നു. ആ ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് BJPയെ 240 സീറ്റിലേക്ക് എത്തിച്ചത്. ഉത്തർപ്രദേശിൽ പോലും പരാജയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് അതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞ നടന്നപ്പോഴെല്ലാം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉയർന്നു പൊങ്ങിയത് ആ കോട്ട് പോക്കറ്റ് ഭരണഘടനയുടെ പതിപ്പുകളാണ്. ഈ ഭരണഘടന ഇന്ന് തങ്ങൾക്കെതിരായിട്ട് കൃത്യമായിട്ട് ജനങ്ങൾ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്ന് മനസ്സിലാക്കിയ മോദി അതിനൊരു പകരം ഞങ്ങൾ ഭരണഘടനയുടെ സംരക്ഷകർ ഞങ്ങളല്ല, പകരം ഭരണഘടനയെ അട്ടിമറിച്ചവരാണ് ഞങ്ങളെന്ന് പറയുന്ന ഒരു നറേറ്റീവ് അതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹാഷ്മി ചോദിച്ച പോലെ അതിനകത്ത് ചില പാർട്ടികൾ എഴുന്നേറ്റ് നിന്നില്ല, ശരിയാണ്, അവർക്ക് അതിനുള്ള അവകാശവുമുണ്ട്. ഇന്ത്യയുടെ നടന്ന അടിയന്തരാവസ്ഥ ഒരു തെറ്റായി പോയി എന്നുള്ളത്, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയിൽ നടന്ന കാര്യങ്ങൾ തെറ്റായി പോയി എന്നുള്ളത് ഇന്ദിരാഗാന്ധി തന്നെ 1978 മഹാരാഷ്ട്രയിൽ വെച്ചിട്ടുള്ള പ്രസംഗത്തിൽ തന്നെ അവർ സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന കോൺഗ്രസ് നേതാക്കന്മാർ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒന്നിലേറെ തവണ ആ അടിയന്തരാവസ്ഥ ഒഴിവാക്കേണ്ടതായിരുന്നു, അത് തെറ്റായിപ്പോയി എന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസ് എത്ര കാലം മറുപടി പറഞ്ഞു? അടിയന്തരാവസ്ഥയുടെ ശിക്ഷ കോൺഗ്രസ് എത്ര കാലം ഏറ്റുവാങ്ങി? അരനൂറ്റാണ്ടായി. അതിനുശേഷം രാജ്യത്തിന്റെ ചരിത്രം പലത് മാറിയില്ലേ? രാജു പി നായർ, ഇവിടുത്തെ ചോദ്യം, എന്റെ ചോദ്യം അതായിരുന്നു, അടിയന്തരാവസ്ഥ എടുത്തിടുന്നത് അതിലെ ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണോ? നിങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കലാണ് ലക്ഷ്യം. അല്ല ഹാഷ്മി, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. കേൾക്കാവോ ഹാഷ്മി? കേൾക്കാം. ഹാഷ്മി കേൾക്കുന്നുണ്ടോ? ഹലോ. ശരി ഹാഷ്മി, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. പക്ഷെ എൻ്റെ ചോദ്യം, BJPക്ക് അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രമേയം കൊണ്ടുവരാൻ എന്ത് യോഗ്യത? അതാണ് പ്രശ്നം. ഇവിടെ ശ്രീപത്മനാഭൻ ഇരുന്നുകൊണ്ട് വാജ്പേയിയും ഒക്കെ ജയിലിൽ പോയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. വാജ്പേയി ജയിലിൽ പോയി ദിവസങ്ങൾക്കുള്ളിൽ ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയല്ലേ തന്നെ പരോളിൽ വിടണമെന്നും തന്നെ വിട്ടയച്ചാൽ സർക്കാരിൻ്റെ പരിപാടികൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാലേ, ഞാൻ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഞാൻ പ്രസംഗിക്കില്ല, സംസാരിക്കില്ല, സർക്കാരിനെതിരെ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞ ആളല്ലേ AB വാജ്പേയി അല്ലേ? ഇനി അതുമാത്രമാണോ? 1976 നവംബർ 29 30ഓളം വരുന്ന RSSന്റെ നേതാക്കന്മാർ മാധവറാവു മൂലയുടെ നേതൃത്വത്തിൽ 30ഓളം വരുന്ന RSSന്റെ നേതാക്കന്മാർ അടിയന്തരാവസ്ഥയ്ക്ക് പിന്തുണ വെച്ചുകൊണ്ട് കത്തെഴുതിയതല്ലേ? ഡോക്യുമെന്റ് ഓഫ് സറണ്ടർ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉള്ളതല്ലേ? എന്തായിരുന്നു ഡോക്യുമെന്റ് ഓഫ് സറണ്ടർ? ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചുകൊണ്ട് 30ഓളം വന്ന RSSന്റെ നേതാക്കന്മാർ ഉണ്ടാക്കിയ ഡോക്യുമെന്റാണ് ഡോക്യുമെന്റ് ഓഫ് സറണ്ടർ. ഇനി നോക്കൂ, അന്നത്തെ RSSന്റെ സർസംഘചാലക്
യർവാഡ ജയിലിൽ കിടന്ന് ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതിയില്ലേ? എത്ര കത്തെഴുതി? 1975 ഓഗസ്റ്റ് 22, 1975 നവംബർ 10, 1976 ഫെബ്രുവരി 24 വിനോബ ഭാവയ്ക്ക് എന്തായിരുന്നു ഉള്ളടക്കം? ഞങ്ങൾ അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കുന്നു, ഞങ്ങൾക്ക് ഇതിനെ ഞങ്ങളെ RSSനെ നിരോധിച്ച നടപടി പിൻവലിക്കണം, ഞങ്ങൾ അടിയന്തരാവസ്ഥയെ ഞങ്ങൾ പിന്തുണയ്ക്കാം എന്നു മാത്രമല്ല, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കോട്ടയിൽ നടന്ന പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ട് കത്തെഴുതിയ ആളാണ് RSSന്റെ സർസംഘചാലക്. അപ്പൊ RSSന്റെ സർസംഘചാലക് പറഞ്ഞാൽ അത് RSSന്റെ അഭിപ്രായമായിരുന്നല്ലോ. അങ്ങനെ ചരിത്രത്തിൽ ആ അടിയന്തരാവസ്ഥയെ പിന്തുണച്ച സംഘപരിവാറിന്റെ RSSന്റെ നേതാവ്, BJPയുടെ നേതാക്കന്മാർ ഇന്ന് ആ അടിയന്തരാവസ്ഥക്കെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നത് എന്ത് ധാർമ്മിക മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ? CPM-ന്റെ നേതാക്കന്മാർ പറയും